എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് ഞാനിട്ട വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റാണ്. ഈ വീഡിയോ ഞാൻ ശരിക്കും ഇന്നലെ ഇടേണ്ടിയിരുന്നതായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ കുവൈത്തിലേക്ക് പോയി. അപ്പോൾ അവനെ കൊണ്ടാക്കാനുള്ള തിരക്കെല്ലാം കാരണം ഇന്നലെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല. ഓൾറെഡി ഞാനിത് റെക്കോർഡാക്കി വെച്ചിരുന്നു, പക്ഷേ നമുക്കിത് അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. So, Paul William, what's your political leaning? Political leaning? I don't watch politics. You don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. ഇന്ന് ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ കണ്ടു കഴിഞ്ഞു. ഇന്നലെ തൊട്ട് ഏറ്റവും അധികം നമ്മുടെ ഇൻസ്റ്റാഗ്രാമുകളിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പല ആളുകളും ഈ വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പലതും ട്രോളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തെ അപമാനിച്ചു, കേരളത്തിൻ്റെ സാക്ഷരതയെ അപമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ കേരളം രാജ്യത്ത് തന്നെ നമ്പർ 1 ആണ് എന്നുള്ള പലതരത്തിൽ ആ തരത്തിലൊരു പ്രാദേശിക ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ പലരും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും അവർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ ആ ഒരു കണ്ടന്റ് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നതുകൊണ്ടോ ഉള്ള പ്രശ്നമാണിത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ മുൻപ് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ചാണ് ഈ പ്രശ്നമുള്ളത്. അതിൽ ആങ്കർ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ? അപ്പോൾ ഈ കുട്ടിക്ക് രാഷ്ട്രീയമില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അറിയുമോ? അതും അറിയില്ല എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. നിങ്ങളപ്പോൾ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് ആങ്കർ ആശ്ചര്യത്തോടു കൂടി ഈ കുട്ടിയോട് ചോദിക്കും. ഇല്ല, ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ആ സമയത്താണ് 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു കുട്ടി ഭാരതത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുന്നില്ല, അരാഷ്ട്രീയവാദം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഒരു തമാശ രൂപേണ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കമൻ്റാണത്. അത് ശരിക്കും കേരളത്തെ അപമാനിക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയവാദം, അതായത് സമൂഹത്തോടോ രാഷ്ട്രത്തോടോ രാഷ്ട്രത്തിൻ്റെ ഈ സംവിധാനത്തോടോ താല്പര്യമില്ലാത്ത, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന അരാഷ്ട്രീയവാദം, ആ വിഷയത്തെയാണ് ആ ആങ്കർ അവിടെ കാണിക്കുന്നത്. പക്ഷെ അതിനെ ആ രീതിയിൽ കാണാതെ അതിൽ നിന്നും കൃത്യമായ ആ ഒരു എലമെന്റ് മാത്രം എടുത്ത് അതിന് വളരെ മോശമായ രീതിയിൽ പ്രാദേശിക ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസർമാർ വളരെ മോശമായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ആധികാരികമായ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയുക. കാരണം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കാരണവശാലും ഇത്തരം പ്രാദേശികമായിട്ടുള്ള വാദങ്ങളെ മുന്നോട്ട് വയ്ക്കാതിരിക്കുക. കാരണം ഈ അരാഷ്ട്രീയവാദമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എലമെന്റ്. ആ ഒരു ക്ലിപ്പ് മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടി മുന്നോട്ട് വയ്ക്കുന്ന അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അപകടകരമായിട്ടുള്ള ചിന്താഗതിയാണ്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ അതിൽ നിന്നും കേവലമായ ഒരു തമാശ രൂപേണ അയാൾ പറഞ്ഞു എന്ന് പറയുന്ന ആ വിഷയത്തിൽ പ്രാദേശികത കുത്തി നിറച്ചുകൊണ്ട് അതിനെ വലിയ രീതിയിലൊരു ട്രോളാക്കി ഇറക്കി, അതിനെ ആ രീതിക്ക് കാണാതെ നിങ്ങൾ അതിൻ്റെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത്. ജയ് ഹിന്ദ്.